നിറത്തിന് പ്രാധാന്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നിറത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രത്യേക നിറങ്ങളെ നമ്മൾ ചില രീതിയിൽ കാണുന്നിടത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുഞ്ഞ് പ്രസവിച്ചാൽ ആദ്യം ആളുകൾ നോക്കുന്ന ആ പ്രസവം നോർമൽ ഡെലിവറി ആയിരുന്നു, ആണോ പെണ്ണോ, അത് പെണ്ണാണ്. അടുത്ത ചോദ്യം വരുന്നത് അവർ മറുപടി പറയുന്നവർ തന്നെ ഇങ്ങോട്ട് പറയുന്നത് പെണ്ണ് നല്ല വെളുത്ത ഉച്ച എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ഒരു കറുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ആ ഒരു മുഖംചുളിപ്പാണ് ഈ കറുപ്പും വെളുപ്പും എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഈ മനുഷ്യർക്കിടയിൽ പണ്ട് കാലം മുതലേ ഇങ്ങനെ ഇത് സാധനത്തിലുണ്ട്. അതിൻ്റെ ഒരു അത്രത്തോളം പ്രാധാന്യമുണ്ട്. അത് പാടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി കോട്ട് ചെയ്യപ്പെട്ട ഒരു സന്ദർഭം ഈ പ്രവാചകൻ്റെ ഒരു വിടവാങ്ങൽ ഹജ്ജിൻ്റെ പ്രസംഗമുണ്ട്. പ്രവാചകൻ ഒരു ഹജ്ജെ നിർവഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ അറഫ മൈതാനത്ത് ഈ വിശ്വാസി സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രസംഗമുണ്ട്. അതാണ് ഒരു പ്രവാചകൻ്റെ ഔദ്യോഗികമായ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത്. ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സന്തതികളാണ്, മനുഷ്യർ മുഴുവൻ. നിങ്ങളുടെ ഇടയിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉള്ള വ്യത്യാസം വിവേചനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ലോങ് പ്രസംഗമാണ്. കറുത്തവനും വെളുത്തവനും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആകെ മനുഷ്യനിലുള്ള വ്യത്യാസം, നിങ്ങളിൽ ആരാണോ കൂടുതൽ സൂക്ഷ്മതയുള്ളവനും നന്മ ചെയ്യുന്നവനും അവൻ കൂടുതൽ ദൈവത്തോട് അടുത്തവനാണ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എനിക്ക് വളരെയധികം വിഷമത്തോടെയാണ് ആ വാർത്ത നമ്മൾ കേട്ടത്. 19 വയസ്സുള്ള കുട്ടി, അവള് മനസ്സ് മടുത്ത് ആത്മഹത്യ ചെയ്ത വാർത്തയാണ്. ഒരിക്കലും ആത്മഹത്യ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് പാടില്ല. പക്ഷെ ആ കുട്ടി അവിടെ അനുഭവിച്ച മാനസിക സംഘർഷം എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഭർത്താവിന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഭർത്താവിന്റെ മാതാപിതാക്കൾ ചോദിക്കുകയാണ്, 20 ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ, നിങ്ങൾക്ക് വേറൊരു വിവാഹം ലഭിക്കുമല്ലോ, എന്തിനാണ് ഇതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങുന്നത്? അപ്പോഴും ആ കുട്ടി പറയുന്നത് എനിക്ക് പറ്റില്ല, കാല് പിടിച്ചു പറഞ്ഞു എന്നാണ് ആ കുട്ടിയുടെ, ഞാൻ കേട്ടിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെയാണ്. കാല് പിടിച്ചു പറഞ്ഞു, എനിക്കിവിടെ നിൽക്കണം, നിന്ന് പോയേ പറ്റുള്ളൂ, എന്നെ ഒഴിവാക്കരുത് എന്ന് പിന്നെയും പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ ഒരു കരച്ചിലിന് ഒരു വിലയും കൊടുക്കാതെ വെറും ഒരു നിറത്തിൻ്റെ പേരിൽ ഒരു കുട്ടിയെ, അത് ഒരിക്കലും കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബ്ലൈൻഡ് ഡേറ്റ് അല്ല, നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് പരസ്പരം അറിഞ്ഞു നടക്കുന്ന ഒരു കല്യാണമാണ് പലയിടത്തും ഉണ്ടാവുന്ന കല്യാണം. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്ലാം മതത്തിൽ പോലും ഈ അന്യ സ്ത്രീകളെ ശരിക്ക് കാണാൻ ഒരു അവസരം കൊടുക്കുന്നത് പോലും ഈ വിവാഹത്തിന്റെ കൂടിക്കാഴ്ചയാണ്. പൊതുവിൽ അല്ലാതെ അങ്ങനെ കൂടിച്ചേരാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിലിത് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേര് തമ്മിൽ ചേരുമ്പോൾ ആ ബന്ധത്തിന്റെ സംഗതികൾ നമ്മൾ അറിയണം, പിന്നെ അത് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രവാചകൻ തന്നെ നടത്തി കൊടുത്ത നിക്കാഹുണ്ട്, അതും വിവാഹമോചനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായത് എന്തായിരിക്കും എന്നറിയാവോ? ഈ ദൈവം മനുഷ്യനെ പഠിപ്പിക്കാനാണ്. പ്രവാചകൻ നടത്തുന്നത് കൊണ്ട് എന്നും അത് തുടരണമെന്നില്ല. നിങ്ങൾക്ക് പരസ്പരം വേർപെടാം, നിങ്ങളുടെ ഇഷ്ടത്തിന് വിവാഹം കഴിക്കാൻ, ജീവിക്കാമെന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. അപ്പൊ അവിടെ ഒന്നും അത് ആത്മഹത്യയിലോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കിതിനകത്ത് വിഷ്ണു തോന്നുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ പെൺവീട്ടുകാരുടെ കാഷ്ടം കണ്ട് കെട്ടാൻ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കുറേ കാഷ്ടം അവരുണ്ട്, കുറേ കൂടുതൽ കൊടുക്കും. അതുകൊണ്ട് യവനെ ഇല്ലേ നമ്മുടെ ഓച്ചറ അമ്പലത്തിലേക്ക് കാളയുടെ കൂട്ട് യവനെ ഇങ്ങനെ കൊണ്ട് കിടക്കുക, എവിടെങ്കിലും ഒന്ന് ചേർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നൊരു പെണ്ണിനെ കാണുമ്പോഴത്തേക്ക് അത് പെണ്ണാണല്ലോ, മറ്റേതിനാണല്ലോ ഇപ്പം അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് അതിഞ്ഞ് പോരട്ടെ, ഒന്നെങ്കിൽ വാങ്ങിച്ച് പെങ്ങളെ കെട്ടിക്കാൻ, അല്ലെങ്കിൽ വേറെ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ, ഇതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. ഒന്ന് അത് വരന്റെ വീട്ടുകാർ നിർബന്ധിച്ച്, വരന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ ചെറുക്കന് ചിലപ്പോൾ ഇഷ്ടമാണോന്നില്ല, ബാക്കി എല്ലാവരുടെ നിർബന്ധിച്ച് നല്ല മുതലും വകയുണ്ടറാ, മറ്റേ പഠിക്കുന്ന കൊച്ചാടാ, നിനക്ക് എന്നും ഇത് നോട്ടിങ്ങനെ പാല് പോലെ കറന്നു തരുവാ, കുറച്ച് എന്താ പറയാ ലുക്കൊന്നും നീ നോക്കണ്ട, ഇതൊക്കെ അങ്ങനാടാ ഇങ്ങനാടാന്ന് പറയുന്ന ഒരു സംഗതി. രണ്ടാമത്തെ ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യവന് കൂലിയും വിലയൊന്നും ചിലപ്പോൾ ഇത് കിട്ടുമ്പോൾ കാണത്തില്ല. യവൻ അല്ലെങ്കിൽ വേറെ ഒന്നിനും കിട്ടത്തില്ല. യവന് കാള പോലത്തെ ഒരു നീളം മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അവൻ്റെ കയ്യിലുള്ളതുവേ കാണത്തുള്ളൂ. അപ്പോൾ അന്നേരം ഇവരെ ചെന്ന് നോക്കുമ്പോൾ ഇത് പഠിക്കുന്ന കൊച്ച അങ്ങനെ പറഞ്ഞ് കിട്ടി. ഇത് പക്ഷേ ചിലപ്പോൾ കല്യാണം കഴിയുമ്പോൾ പെട്ടെന്ന് അവനൊരു ജോലി കിട്ടും. അപ്പം ജോലി കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവന് നല്ല ശമ്പളമാവും, വരുമാനമാവും. അപ്പം യവന് നല്ല നീളമുണ്ട്, പൊക്കമുണ്ട്, വെളുപ്പുണ്ട്, എവിടെ അപ്പം അത്രയും പറ്റുന്നില്ല. അന്നേരം പിന്നെ കുറച്ചുകൂടെ മുതലും വകയുള്ളതിനെ കിട്ടുമെന്ന് വിചാരിക്കുന്ന തെണ്ടികളായ മാതാപിതാക്കളുടെ തെണ്ടിത്തരമാണ്. മൂന്നാമത്തെ ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഇവന് ചിലപ്പോൾ ഈ ഗൾഫിലായിരിക്കും, 15 ദിവസത്തെയോ 20 ദിവസത്തെയോ ലീവിന് വരുന്നതായിരിക്കും, ഒരു മാസത്തെ. അപ്പം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചിലപ്പം വിചാരിക്കത്തില്ലേ, എല്ലാ സ്വർണ്ണക്കറയിലും കയറി നോക്കാൻ സമയമില്ല, കിട്ടിയ എവിടുന്നെങ്കിലും ഒരെണ്ണം മുതലാവുന്നതിന് പോരട്ടെ എന്ന് വിചാരിച്ച് ഈ 15 ദിവസത്തെ ലീവിനോ 1 മാസം ലീവിനോ പെട്ടെന്ന് അങ്ങൊരു കല്യാണം കഴിച്ചങ്ങ് വിട്ടതിന് ശേഷം പിന്നെ ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ മാറിയെടുക്കാമെന്ന് പറയുന്ന തെണ്ടിത്തരം. അപ്പൊ ഇത്തരം തെണ്ടിത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ ഒരു
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയെ കെട്ടിക്കുന്ന രക്ഷകർത്താക്കൾ എന്ത് വേണം? ഒരു വിവാഹം കഴിച്ചു വിടുന്ന പെൺകുട്ടിയാവുമ്പോൾ അവിടെ ഈ നിക്കാഹ് എന്ന് പറയുന്ന സംഗതി നടത്തി കൊടുക്കുന്ന പെൺകുട്ടിയുടെ രക്ഷകർത്താവാണ്. ഒന്നെങ്കിൽ വാപ്പയാണ്, വാപ്പ ഇല്ലെങ്കിൽ വാപ്പയുടെ സഹോദരന്മാർ, അങ്ങനെ ഒരു നിയമമുണ്ട്. ആ കാളകൾ എന്ത് വേണം? ഇവൻ എന്തിനാണ് ഈ ചേക്കാളെ ഇവളെ കെട്ടാൻ വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവരൊരാലോചന നടത്തണം. അവരാലോചന നടത്തണം. ഇവൻ വരേണ്ട ഒരാളാണോ? പലയിടത്തും എങ്ങനെയാണെന്നറിയോ, നല്ല വെളുത്ത സുന്ദരന്മാർ വന്ന് ഈ പെണ്ണിനെ മോഹിച്ച് വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇവന് നോർമലി ഈ പെണ്ണിനെ ഇഷ്ടപ്പെടേണ്ടതല്ല. അപ്പോൾ ഇവൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ചിലപ്പോൾ ഒന്നെങ്കിൽ അവൻ്റെ ഹൃദയവിശാലതയോ നന്മയോ ആയിരിക്കും. അതിനെന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ ആ നന്മയ്ക്കെന്ന് നോക്കണം. അതല്ലെങ്കിൽ എന്ത് വേണം? ഇവൻ മുതലും വകയും കണ്ടു വന്നവനാണെങ്കിൽ നീ പൊയ്ക്കോടാ, അത് നമ്മുടെ കൊച്ചിന് പറ്റുന്ന പണിയല്ല, നീ പൊയ്ക്കോന്നും പറഞ്ഞു വിടണം. ഇതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിൽ പലയിടത്തും സംഭവിക്കുന്നത് ഈ പിതാവൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെയും ചിലത് ഒരു ആലോചനയൊക്കെ നടത്തും. ഈ പിതാവൊക്കെ മരണപ്പെട്ടു പോയാൽ പിന്നെ കുറേ മാമാമാരും കൊച്ചാപ്പന്മാരും എല്ലാം അവിടെ, പിന്നെ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു ബാധ്യത പോലെ, ഒരു ബാധ്യത പോലെ ഈ പറഞ്ഞ പോലെ അങ്ങ് പിടിച്ചു കെട്ടിച്ചു കൊടുക്കുക. എനിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വാപ്പയുണ്ടോ ഉമ്മയുണ്ടോ എന്നുള്ള കഥയൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എല്ലാ ആംഗിളും പറയുന്നത്. ഇങ്ങനെ ആയിരിക്കാം ഇതിനകത്ത്. അപ്പോഴും ഇന്ന് നമ്മൾ രാവിലെ ഇതിനെക്കുറിച്ച് നമ്മൾ റേഡിയോയിൽ ഒന്ന് അഡ്രസ്സ് ചെയ്തിരുന്നു. ആ റേഡിയോയിൽ അഡ്രസ്സ് ചെയ്തിരുന്ന സമയത്ത് നമ്മളെ വിളിച്ച് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നടന്ന 2 സംഭവങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായി. അത് കേട്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും എത്ര വീടുകൾ ഉണ്ടെന്ന്. ഈ കറുപ്പും വെളുപ്പും എന്ന് പറയുന്ന, അല്ലെ പൊക്കം കുറവ് പൊക്കം കൂടുതൽ എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ, ബോഡി ഷെയ്മിങ്, ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ചില സംഗതികൾ പലയിടങ്ങളിലും കുടുംബജീവിതങ്ങളിൽ, പക്ഷേ അതിനപ്പുറം ചിന്തിക്കുന്ന പിന്നെ ആളുകളുണ്ട്. അതും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇനി ആരെല്ലാം പറഞ്ഞാലും, ഈ ബന്ധുക്കൾ ആര് പറഞ്ഞാലും അവൾ എൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യത്തിൽ ജീവിക്കുന്ന പിന്നെ ആളുകളും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് എവന്റെ കറുപ്പെന്ന് പറയാം, എവന്റെ മൊത്തം അങ്ങ് വെളുപ്പായിരിക്കും, മനസ്സ് കറുപ്പായിരിക്കും, എവന്റെ മനസ്സും കറുപ്പായിരിക്കും, വേറെ എവിടെല്ലാം കറുപ്പായിരിക്കും. ഇപ്പൊ ചാനലിനകത്ത് നമുക്കിപ്പോ വീഡിയോയിൽ പറയാനൊക്കെ ആത്തോണ്ട് എവരെ ഒന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഒന്ന് കിടത്തട്ടെ, നമ്മൾ കാണിച്ചു കൊടുക്കുക എവന്റെ ശരീരത്തെ കറുത്ത ഭാഗങ്ങൾ. പിന്നെ ഒരു ആസിഡ് വീണാ തീരാവുന്ന പ്രശ്നമുള്ളൂ. ആസിഡ് വീണാ തീരാം, ഒരു സ്ട്രോക്ക് വന്നാൽ തീരാം. പിന്നെ എവനെ ഈ ഇങ്ങനെ എവളെ കൊന്നേച്ചിനി എവനെ വിൽക്കാൻ പറ്റുമോ ഇവർക്ക്, ഈ ബന്ധുക്കൾക്ക്? ഇവർക്ക് വിൽക്കാൻ പാനായിട്ട് ദൈവം കൊടുത്തില്ലെങ്കിലോ? ഈ നിറം ഒന്നും ആയിരിക്കില്ല, മനസ്സിന്റെ നന്മ മാത്രമായിരിക്കും വേണ്ടത്. ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ചിന്തിക്കണേ എന്താ അറിയോ, എടാ കറുത്ത കാര്യം കൊണ്ടോ പൊക്കമില്ലാത്ത കാര്യം കൊണ്ടോ അല്ലെ അവന് ഇഷ്ടപ്പെടാത്ത കാര്യം കൊണ്ടോ ആണ് അവന് വേണ്ടാന്ന് പറയുന്നതെങ്കിൽ അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടി അല്ലല്ലോ ഈ ഉടയതമ്പുരാൻ സൃഷ്ടിച്ചതും ഈ മാതാപിതാക്കൾ ഇതിന് കാരണമായി സൃഷ്ടിച്ചത്. അവൻ ഉണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ. അവൻ വേണ്ടെങ്കിൽ അവൻ വേണ്ടാന്ന് വെക്കണം. സത്യം. പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ. ഇപ്പം നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ അവരെ മതൽക്കെട്ടുകൾ മാത്രമായിരുന്നു സ്വപ്നം, അതിന് പുറത്തോട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ച്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ സിംഗിളായി ജീവിക്കുന്ന എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും പുറത്തോട്ട് എത്ര തുറന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് പ്രപ്പോസൽസ് നല്ലത് വരും. ഈ അവൻ ഇതുപോലെ ആണെന്ന് ഈ സമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ട് അവള് ജീവിച്ചാൽ പോരെ? അതിന് എത്ര സപ്പോർട്ട് കിട്ടും, എത്ര പേര് അവരുടെ കൂടെ നിൽക്കും, എത്ര പേര് അവന്റെ കൂടെ നിൽക്കും. അങ്ങനല്ലേ അവനെയൊക്കെ പാഠം പഠിപ്പിക്കണം. ഇതൊരു അബദ്ധം പെൺകുട്ടി കാണിച്ചത് എന്ന് പറയുന്നത്, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരം അല്ലാത്തൊരു, ഒരു കാരണവശാലും പരിഹാരം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഒരുപാട് ഇന്ന് റേഡിയോയിൽ പറഞ്ഞപ്പോഴും എന്റെ മനസ്സൊന്ന് വിങ്ങി ഇത് കേട്ടപ്പോ. ഈ ആത്മഹത്യ ചെയ്ത് ഇതേപോലെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സൊന്ന് വിഷമിക്കും. ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് എത്ര വട്ടം പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷേ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരു പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ ആണുങ്ങളെ കൊണ്ടൊന്നും അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമ്മൾ എത്ര നാള് ഒരു പരിചയമില്ലാത്ത വീട്ടിൽ നിൽക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ പെൺകുട്ടി ഒരു പരിചയമില്ലാത്ത ഭർത്താവിന്റെ വീട്ടിലേക്ക് താമസം മാറി വരുമ്പോൾ എന്ന് പറയുമ്പോൾ നിന്നെപ്പോലെ എന്നെ പോലെയൊക്കെയുള്ള ഒരു കാളയെ വിശ്വസിച്ചാണ് പാവങ്ങൾ വരുന്നത്. എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നത്, എനിക്ക് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ മറ്റു കൂട്ടുകാർ ജീവിക്കുന്നത് കണ്ട് അത് ആഗ്രഹിച്ച്. ഇവനെ പോലെയുള്ള വെളുത്ത കാളയോ അല്ലെ കാണാൻ കൊള്ളാവുന്ന കാളയോ ആണെങ്കിൽ കൂട്ടുകാരികളൊക്കെ പറയും നിന്നെ കെട്ടാൻ പോകുന്ന സുന്ദരനാടി, സൽമാൻ ഖാന്റെ കുട്ടിവാടി എന്നൊക്കെ പറഞ്ഞാണ് ഈ കെട്ടിച്ചു വിടുന്നത്. അപ്പൊ അവള് നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ആഹാരം ഉണ്ടാക്കി നമ്മുടെ തുണിയും കഴുകി നമ്മുടെ സുഖദുഃഖങ്ങളിലും സുഖം അനുഭവിക്കുന്നതിനും എല്ലാം എന്ന് കരുതപ്പെട്ടു കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടിയോട് അതിന്റെ പേരിലെങ്കിലും ഒരു മനുഷ്യത്വം കാണിക്കാൻ ഇത്തരം തെണ്ടികൾക്കൊന്നും കഴിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, എവനെയൊക്കെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ എവനെയൊക്കെ ഈ ശിക്ഷാവിധിയുടെ ഭാഗമായിട്ടുണ്ടല്ലോ, എവനെയൊക്കെ മരുന്ന് കയറ്റി
ഈ മറ്റേതങ്ങ് നശിപ്പിച്ചേക്കണം. വന്ധ്യംകരിച്ച് കളയണം. ഇനി ഇതും കൊണ്ട് എങ്ങും നടക്കരുത്. അല്ല, ഇനി അതൊരു വിൽപ്പന ചരക്കായിട്ട്, അല്ലെങ്കിൽ അത് അവന്റെ ഒരു വലിയ ഒരു ഇത്തിരി വെളുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഇത്തിരി ശാരീരികം ഇത്തിരി നല്ലതായിട്ടിരിക്കുന്നതുകൊണ്ടോ അവൻ അതൊരു പ്ലസ് പോയിന്റ് ആയി പൊക്കിപ്പിടിച്ച് നടക്കരുത്, അല്ലെങ്കിൽ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാൻ അത് ഉപയോഗിക്കരുത്. ഈ കുട്ടി അനുഭവിച്ച മാനസിക സംഘർഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, അത് ആ കുട്ടിയുടെ വീടല്ല, ആ കുട്ടിക്ക് പരിചയമുള്ള ആരും അവിടെ ഇല്ല എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ നന്മയുള്ള ഒരു മനസ്സിന് ആ കുട്ടിയെ വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, ഇതുപോലുള്ള ഒരു കാളയ്ക്ക് കെട്ടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ബാധ്യത തീർന്നു എന്ന കണക്കിൽ അവളെ അങ്ങ് പേര് വെട്ടിക്കളയരുത്. അവൾ വീടും ജനിച്ചതും 10, 25, 19, 18 വയസ്സ് വരെ ജീവിച്ച അവിടെ, അവൾ അങ്ങോട്ട് പോയി 20 ദിവസമോ 6 മാസമോ കഴിയുമ്പോൾ അവളെ അതങ്ങ് വിട്ടേക്കെന്ന് പറയുന്നത്. അവൾ വളരെ ഫ്രഗയിലാണെങ്കിൽ അവളെ ചേർത്ത് പിടിച്ച് അവൾക്കൊരു കുന്തവും സംഭവിക്കത്തില്ല, നമ്മളുണ്ട്, ഈ കാളയേക്കാൾ നല്ല ഒരു മനുഷ്യനെ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്ത് അവളെ കൊണ്ടുവന്ന് നിർത്തണം. അത് വീടുകളിൽ നിന്ന് കിട്ടുന്ന ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിനക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളുണ്ട്, അല്ലാതെ നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ ഒരു മോശക്കാരിയാണ് എന്ന് മുദ്ര കുത്താതിരിക്കുക. കാര്യങ്ങൾ ആരുടെ ഭാഗത്താണെന്നുള്ള വിശകലനത്തിന് വേണ്ടി അവർ തിരിച്ചു വരേണ്ടതും, മുതിർന്നവർ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ മുതിർന്നവർ ഇടപെടേണ്ടതും ഒരു കാര്യം തന്നെയാണ്. കാരണം പണ്ടത്തെ കാലത്തൊക്കെ ഈ മുതിർന്നവർ ഇടപെട്ട് ഒന്ന് സോൾവ് ആക്കി വിടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് മുതിർന്നവർ ഇടപെട്ട് അലമ്പാക്കാതിരുന്നാൽ മതി. ഒന്ന് സോൾവ് ആക്കാൻ മുതിർന്നവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അറേഞ്ച്ഡ് മാരേജിന്റെ കാര്യത്തിൽ. അപ്പോൾ തിരിച്ചു വരാനുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ തിരിച്ചു വന്നാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ധൈര്യം. ആൺകുട്ടിയെ കുറിച്ച് എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയാൻ പഠിച്ചു, മറ്റേതായി ഡോക്ടറായി, മറ്റേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവളെ കെട്ടിച്ചു വിട്ടു, സമാധാനമായി, അവിടെ പണം തീർന്നു, അവിടെ പണി തീർന്നു. അവിടെ ഒരിക്കലും ജോലി കിട്ടി അല്ലെങ്കിൽ അവൾക്ക് ഇതായി നല്ലതായി എന്നല്ല പറയുന്നത്, അവളെ കെട്ടിച്ചു വിട്ടു. രണ്ടുപേരും എന്ത് തന്നെ ആയാലും ഇപ്പൊ ചില ആളുകളുണ്ട് ഭയങ്കര നിസ്കാരക്കാരും, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരും, അങ്ങ് അമ്പലത്തിൽ കിടക്കുന്നവരും പള്ളിയിൽ കിടക്കുന്നവരും, എന്ത് തന്നെ ആയാലും അവനവൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാനും അവളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവളോട് മാന്യമായി ഇടപെടാനും അവളോട് കാര്യങ്ങൾ അവളെയും കൂടെ ചേർത്ത് പിടിച്ച് അവളുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി നിന്ന് മാനേജ് ചെയ്യാനും കഴിയുന്നിടത്താണ് ഒരു പുരുഷന്റെ വിജയം. അവനെ കല്യാണം അവനെ മെച്ചൂരിറ്റി ആയുള്ളൂ. അല്ലാതെ ഈ ഒരു ബാഹ്യ സൗന്ദര്യത്തിന്റെ പേരിൽ ആ കുട്ടി അനുഭവിച്ച വിഷമത്തിന്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്. പിന്നെ സാർ, എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് തിരിച്ചു സംഭവിക്കാം, അല്ലേ? അല്ല, തിരിച്ചു സംഭവിക്കാം. ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന ഇത് നമ്മളിങ്ങനെ ഈ കാളയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഈ ചില ആളുകൾക്ക് തോന്നരുത് എല്ലാ ഭർത്താക്കന്മാരും ഇപ്പോഴത്തെ കാലത്ത് ഈ ആൺകുട്ടികളെ ഓടിക്കുന്ന പെൺകുട്ടികളുമുണ്ട്. ഞാൻ പലപ്പോഴും കൗൺസിലിംഗ് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ അവനെ വേണ്ട, എന്താ വേണ്ടാത്തത്? എനിക്കിഷ്ടമല്ല. നിനക്ക് 2 കുട്ടികളില്ലേ, ആ കുട്ടികളില്ലേ, വേണ്ട, കുട്ടികളും അയാളെ എടുത്തോട്ടെ എന്ന് പറയുന്ന തരത്തിൽ ആളുകളുണ്ട്. ഈ മോളുടെ കൂടെ നിൽക്കുന്ന വാപ്പായും ഉമ്മായും ഉണ്ട്. ഏത് അവൻ ഈ പിള്ളേരെയും കൊണ്ട് ഓടിക്കോട്ടെന്ന്. എന്നിട്ട് അവൻ എവിടെങ്കിലും പോയി ജീവിക്കുമ്പം അവന്റെ പുറകിൽ നടന്ന് കേസ് കൊടുത്ത് അവനെ ജീവിപ്പിക്കാൻ അനുവദിക്കാത്ത പെരുപ്പന്മാരായ ഈ തന്തയും തള്ളയും ഉണ്ട് മറുവശത്തും. രണ്ട് വശവും ഉണ്ട് അതിനകത്തുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കാളയുടെ വിഷയം ആയതുകൊണ്ടാണ് ഈ കാളയുടെ വിഷയം മാത്രം പറഞ്ഞത്. ഒരു പക്ഷെ ഈ കാളയ്ക്കും കാളയുടെ വീട്ടുകാർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ അന്വേഷിച്ച് ചെല്ലുമ്പോ ഇവര് വലിയ കൂടിയ ആളുകളും പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തവരും പിന്നെ വലിയ ഒരുങ്ങി നടക്കുന്നവരും അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ എല്ലാ സ്വർഗത്തിന്റെ താക്കോൽ അവരുടെ നാഭിയിലിരിക്കുക. പക്ഷെ ഇവിടെ കൂടെ ജീവിക്കുന്നവരും മറ്റുള്ളവരും ഒക്കെ ഇടങ്ങേറിലാവുകയും ചെയ്യുക. അതെ, തീർച്ചയായിട്ടും. ആ ഒരു കാര്യത്തെ മാത്രമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. 18-19 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് നാൾ ഇനിയും ജീവിക്കേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ചും വിവാഹം കഴിഞ്ഞു വരുന്ന ഭർത്താവിനെക്കുറിച്ചും സ്വപ്നമുള്ള ഒരു വീട്ടിൽ ചെന്ന് 20 ദിവസത്തിനുള്ളിൽ അനുഭവപ്പെടേണ്ടി വന്ന കാര്യങ്ങൾ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. ആൾക്കാരുടെ മുന്നിൽ വെച്ച് വളരെയധികം മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ആ സഹോദരിക്ക് മുന്നിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സർ. വളരെയധികം വിഷമമുണ്ട് ആ കാര്യം പറയുമ്പോൾ. അതുകൊണ്ടാണ് കുറച്ച് വൈകാരികമായി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ തമ്മിൽ തല്ലുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളാരും ഈ കാലത്ത് ജീവിക്കാൻ യോഗ്യരല്ല. 21-ാം നൂറ്റാണ്ടാണ്. ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത് പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. രണ്ടുപേരും മനുഷ്യരാണ്. തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സും ഒന്ന് അറിയാൻ ശ്രമിക്കലാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.